ചായ അമ്മ പോയിട്ട് വരാട്ടോ. ടിഫിനും ചോറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വെള്ളം കുടിക്കണേ. അതെ അല്ല ഈ ചുവന്ന ഷൂ എവിടെ നിന്ന് വെച്ചത്? എന്റെ അടുത്ത് ശ്രദ്ധിക്കണ്ടേ? നിങ്ങളെങ്ങോട്ടാ? ട്യൂഷന്. സാറില്ലേ? ഞാനിവിടെ ഉണ്ട്, വന്നോളൂ. അതെ, കേറാൻ വരട്ടെ. സാർ ട്യൂഷൻ നിർത്തി. ട്യൂഷൻ മാത്രമല്ല, പാചകവും. നിങ്ങൾക്ക് പോകാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? പോവല്ലേ? അച്ഛാ, എന്ത് പറ്റി അച്ഛാ? വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് സുജ നമുക്കൊപ്പം ഈ ബാങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു വിടവാങ്ങലുമല്ല. ഒരു ഭർത്താവിന്റെ തീരുമാനം നടപ്പിലാക്കുക നല്ലൊരു ഭാര്യയുടെ കടമയാണ്. ജോലിയേക്കാൾ പ്രാധാന്യം കുടുംബത്തിന് തന്നെയാണ് വേണ്ടത്. സത്യത്തിൽ സുജയുടെ രാജി നമ്മയൊക്കെ ഞെട്ടിച്ചില്ലേ? ശാന്തമ്മ ഞെട്ടിയില്ലേ? ശാരി ഞെട്ടിയില്ലേ? നിങ്ങൾ ആര് ഞെട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഞെട്ടി. സുജ ഇവിടുന്ന് ജോലി രാജിവെച്ച് പോകുമ്പോ നമുക്ക് നഷ്ടമാവുന്നത് ഒരു സഹപ്രവർത്തകയെ മാത്രമല്ല, ദാ ശ്രീകുമാറിന്റെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി കൂടിയാണ്, അല്ലേ? പിന്നെ എപ്പോ വേണമെങ്കിലും നമുക്ക് സുജയുടെ വീട്ടിൽ പോവാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വിടവാങ്ങൽ ചടങ്ങായി കാണേണ്ട കാര്യമേ ഇല്ല. സുജയ്ക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. പകരം വീട്ടിലാണോ? എന്തിന്? ഒരു തിരിച്ചറിവ് വന്ന് കൂട്ടിയാ മതി. ഇതാ ശരി. ഒരുപാട് നന്ദിയുണ്ട്. വരട്ടെ. ഇന്നെന്തായാലും ബാങ്കിന് വണ്ടി പോയാൽ മതി. അതൊരു ചടങ്ങായിട്ടിരുന്നോട്ടെ. വേണ്ട, ഞാൻ സൈക്കിളിലാ വന്നത്. അതെ, സൈക്കിളൊക്കെ ഞാൻ എത്തിച്ചെന്നോളാം. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. വാന്നേ, വാ. എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടാവാമായിരുന്നു. എന്തിന്? ശ്രീയേട്ടന്റെ മനസ്സമാധാനം പോണ്ട. വീട്ടിലുള്ളപ്പോ ആരും അന്വേഷിച്ചു വരില്ലല്ലോ. അല്ല, ഇതിപ്പോ ഞാനാണോ തെറ്റുകാരൻ? എന്ന് ഞാനായിരുന്നു തെറ്റുകാരി. ശ്രീയേട്ടനെ കൊണ്ട് ഞാൻ ഇക്കണ്ട പണിയൊക്കെ ചെയ്യിക്കാൻ പാടില്ലായിരുന്നു. ഇനി എന്ത് ചെയ്യും? അറിയില്ല. ശ്രീയേട്ടാ, ശ്രീയേട്ടാ, പാൽക്കാരൻ വന്നിട്ടുണ്ട്, പൈസ കൊടുക്കാൻ. അതിന് നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അയാൾ എന്നോട് ചോദിച്ചോണ്ട്. ഓ, നീ എനിക്കിട്ട് പണി തരുതല്ലേ? കാശിന് ഞാനെവിടെ പോനാ? എന്നാ പത്രം നിർത്തിയ പോലെ പാലും അങ്ങ് നിർത്തിയേക്കട്ടെ. ഓ, എന്തെങ്കിലും ചെയ്യേ. അച്ഛൻ ഇതൊന്ന് ശരിയാക്കി തരുമോ? വേറെ ആരോടെങ്കിലും പോയി ചോദിക്കും മോളെ. അച്ഛനിവിടെ 100 കൂട്ടം പണിയുള്ളതാ. അച്ഛനിപ്പോ വേറെന്ത് പണി? അടുക്കള ജോലിക്ക് ഇപ്പൊ അമ്മയല്ലേ ചെയ്യുന്നേ? മോളെ, നീയും അച്ഛനിട്ട് പണിയല്ലേ? സുജി ഇപ്പൊ ജോലിക്ക് പോകുന്നില്ലേ? ഇല്ല. വിശേഷം വല്ലതും ഉണ്ടോ? നന്നായി. എന്തായാലും 2 കുട്ടികൾ വേണം. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് ആ വിശേഷമല്ല. സുജ ജോലി രാജിവെച്ചു. അതൊരു വിശേഷം തന്നെയല്ലേ? ബാ. സൂക്ഷിച്ച്. മോളിക്ക് വന്നേ.
ചേട്ടാ വണ്ടിക്കാശ് തരാതെ മോളെ വണ്ടി കയറ്റണമെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ, നീ പോയിക്കോ. ആ പോവാം. അല്ലെങ്കിൽ ഈ പൊള്ളാച്ചിയിൽ ആടുമാടുകളെ കയറ്റുന്ന പോലെ എന്റെ മോൾ അതിനകത്ത് കയറ്റണ്ട. വാ മക്കളെ, കയറിക്കോ. വാ. ഇറങ്ങിക്കാം. സ്കൂൾ വിടുമ്പോ അച്ഛനിവിടെ ഉണ്ടാവുകേ. ടാറ്റാ. ടാറ്റാ. ശ്രീകുട്ടി ടാറ്റാ. അത് മോളുടെ ഫ്രണ്ടാ? അച്ഛാ, അവരെ വെട്ടിക്കച്ചാ. ശരി മോളെ. ഡോക്ടർ, എന്റെ മോൾക്ക് ലങ്സിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് സക്ക് ചെയ്ത് കളഞ്ഞു. ഇനി പേടിക്കാനൊന്നുമില്ല. ബോധം തെളിയുന്നതുവരെ ICUവിൽ കിടക്കട്ടെ. എന്തായാലും ഒരു 24 hours ഒബ്സർവേഷൻ വേണ്ടി വരും. ഡോക്ടർ എന്റെ മോളെ ഒന്ന് കണ്ടോളൂ. ഇതാ 7000 ഉണ്ട്. ഇതുവരെ പണം കടം തരാനൊരു ധൈര്യം ഉണ്ടായിരുന്നു. സുജയ്ക്കൊരു ജോലി ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോ സാരമില്ല, കാര്യം നടക്കട്ടെ. ശ്രീകുമാറെ, മോക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ പേടിക്കാനില്ല, പേവാർഡിലേക്ക് മാറ്റി. ഇവിടുത്തെ ബില്ലൊക്കെ കുറുപ്പേട്ടനോട് ചോദിച്ചു, പൈസ കിട്ടി. ശ്രീയേട്ടനപ്പോ കോംപ്രമൈസ് ചെയ്യാൻ പഠിച്ചു. ആവശ്യം വന്നാ ആരുടെ മുന്നിലും കൈ നീട്ടാം. വേണ്ട. ഞാനും കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്കെല്ലാം വഴിയെ മനസ്സിലായിക്കോളൂ. ഞാൻ വന്നത് എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാനാ. എന്നെ ധിക്കരിച്ച് നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചതാ, ഇനി അവളെ എൻ്റെ വീടിന്റെ പടിക്കകത്ത് കയറ്റില്ലാന്ന്.
പക്ഷേ ഇപ്പൊ ടോമിയാ നിർബന്ധിച്ചത് തിരിച്ചു വിളിച്ചുകൊണ്ടുവരാൻ. പിന്നെ ഞാനും ആലോചിച്ചു, എന്റെ മോക്കിങ്ങനെ ഒരു നട്ടലില്ലാത്ത കുശിനിക്കാരൻ ഭർത്താവ് വേണ്ടെന്ന്. ഡാ, നിന്റെ ഈ കുശിനിപ്പണി ചെയ്യുന്നവർ എന്റെ വീട്ടിൽ 4. അവർക്ക് പോലും അന്തസ്സായിട്ട് ജീവിക്കാൻ നല്ലൊരു വരുമാനമുണ്ട്. എന്റെ മോടൊരു തലയിലെടുത്ത് അന്നാ ടോമിയും കൂടെ കൂട്ടുനിന്നു. ഏയ്, ടോമി 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 അവൻ ഒറ്റൊരുത്തിനെ ഇതിനൊക്കെ കാരണം. എന്റെ കുടുംബത്തിന്റെ മനസ്സമാധാനം കളഞ്ഞ അവനാ. സുജ ജോലി രാജിവെക്കാൻ പോലും കാരണം അവനാ. എന്ത് പറഞ്ഞാലൊരു ടോമി. നാണയില്ല നിനക്കിത് പറയാൻ? ജോലി രാജിവെച്ചു എന്ന്. നിനക്കെന്തായിരുന്നു ജോലി? അടുക്കള പണി. നിന്റെ ഭാര്യയും കുഞ്ഞിനെ നോക്കാൻ പ്രാപ്തിയായിട്ട് ആണുങ്ങളെ പോലെ വാ. അന്ന് അവള് വരുമെങ്കിൽ വിളിച്ചോണ്ട് പോ. നിങ്ങൾ വിളിച്ചു നോക്ക്, അവള് വരുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ.